ഹായ് മൈ ഡിയർ ഫാമിലി, എന്തൊക്കെയുണ്ട് വിശേഷം? നമ്മുടെ കുട്ടികൾക്ക് ഏറെ ഇഷ്ടമാണല്ലേ ചോക്ലേറ്റ്സ്. എപ്പോഴും കടയിൽ നിന്ന് മേടിച്ചു കൊടുക്കുന്നത് അത്ര നല്ലതുമല്ല. അപ്പോൾ നമുക്ക് ഈസിയായി വീട്ടിൽ തന്നെ നമുക്ക് ചോക്ലേറ്റ്സ് ഉണ്ടാക്കിയാലോ? നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. ഞാനിപ്പോൾ ചോക്ലേറ്റ് ഉണ്ടാക്കാനായിട്ട് കൊക്കോ പൗഡർ എടുത്തേക്കുവാണ്. ഇതും ഹോം മെയ്ഡാണ് കേട്ടോ. നമ്മുടെ ഇവിടെ ശരിക്കും കൊക്ക നിൽപ്പുണ്ട്, അപ്പോൾ അതിൽ നിന്ന് എടുത്തതാണ് കൊക്കോ. പിന്നെ അതിലേക്ക് ഞാനിപ്പോൾ ശർക്കര, പാല് എന്നിവ എടുത്തിട്ടുണ്ട്. ഞാൻ 2 സ്പൂൺ കൊക്കോ പൗഡർ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇടുന്നുണ്ട്. അതിലേക്ക് ഒരു 1.5 സ്പൂൺ അടുപ്പിച്ച് ശർക്കര ചേർക്കുന്നുണ്ട്. നമ്മുടെ മധുരത്തിന് ആവശ്യമായ ശർക്കര നമുക്ക് ചേർക്കാം. പഞ്ചസാര ഞാൻ ഉപയോഗിക്കുന്നില്ല കേട്ടോ. പിന്നെ ഒരു 1.5 സ്പൂണോളം പാലും ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കുന്നു. ഇതാണ് അതിൻ്റെ ഒരു കൺസിസ്റ്റൻസി. നമുക്കിത് 3 മെത്തേഡിൽ തയ്യാറാക്കാം. നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ തന്നെ ഫ്രിഡ്ജിലോട്ട് മോൾഡിലാക്കി വെക്കാം, അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് വേറെ രീതിയിൽ ഉണ്ടാക്കാം. പിന്നെ ഞാൻ ഇതിലേക്ക് ചേർത്തിരിക്കുന്നത് നമ്മുടെ നാടൻ നെയ്യാണ് കേട്ടോ. ചിലരിതിൽ വെളിച്ചെണ്ണ ആഡ് ചെയ്യും, സൺഫ്ലവർ ഓയിൽ ആഡ് ചെയ്യും. ഞാനിവിടെ നെയ്യാണ് ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ സെക്കൻഡ് മെത്തേഡ് എന്ന് പറയുന്നത് നമ്മുടെ ഒരു പാത്രം വെച്ചേക്കുക. എന്നിട്ട് അതിൽ ഞാൻ വെള്ളം ആണ് വെച്ചേക്കുന്നത്. എന്നിട്ട് നമ്മൾ ഉണ്ടാക്കിയ ബാറ്ററിൻ്റെ ആ ഒരു പാത്രം കൂടി എടുത്ത് ഈ വെള്ളത്തിൻ്റെ പുറത്ത് വെച്ച് നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കണം. ഇത് നമ്മുടെ സെക്കൻഡ് മെത്തേഡ്. ഫസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് നമ്മൾ ഡയറക്റ്റ് ആ ഒരു മിക്സ് ഫ്രീസറിലോട്ട് വയ്ക്കുക. അല്ല, ഇത് സെക്കൻഡ് മെത്തേഡ്. നമ്മൾ നന്നായിട്ട് ഒന്ന് കുറുക്കിയെടുക്കണം. തേർഡ് മെത്തേഡ് ഞാൻ ലാസ്റ്റ് പറയാം കേട്ടോ. ഇത് ഇത്തിരി നേരം പിടിയും. നന്നായിട്ടൊന്ന് ഇളക്കി അടി പിടിക്കാണ്ട് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ പാത്രത്തിൻ്റെ മുകളിലോട്ട് വയ്ക്കുന്നത്. നന്നായിട്ടൊന്ന് ഇളക്കി വറ്റിച്ചെടുക്കുക. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കണം, ഇളക്കിക്കൊണ്ടിരിക്കണം ഇത് കേട്ടോ. നിങ്ങൾ എങ്ങനെയൊന്ന് കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുത്താൽ പിന്നെ കുട്ടികൾ എന്തായാലും കടയിൽ നിന്നുള്ള ചോക്ലേറ്റ്സൊക്കെ ഒഴിവാക്കും, അത് ഉറപ്പാണ്. ഇതിപ്പോൾ ചോക്ലേറ്റിൻ്റെ ആ ഒരു ബാറ്റർ ചെറുതായിട്ട് കുറുകിയിട്ടുണ്ട്. നന്നായിട്ട് ഇതുപോലെ കുറുകി വരും. കുറുകി അതൊന്ന് തീയൊക്കെ ഓഫ് ചെയ്തിട്ട് ശേഷം ഇതുപോലെ കട്ടിയാവും. ചെറിയ ചൂടോടെ എടുത്തില്ല എന്നുണ്ടെങ്കിൽ നന്നായിട്ട് അതൊന്ന് കട്ട പിടിക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ. ചെറിയ ചൂടോടുകൂടി തന്നെ എടുക്കുക. ഇതുപോലെ നൂൽ പരുവത്തി വീഴുന്നതുപോലെ ഞാനതൊന്ന് എടുത്ത് മാറ്റുന്നുണ്ട്. ശേഷം ഞാനതൊരു മോൾഡിലോട്ട് മാറ്റുകയാണ്. ഈ മോൾഡിലോട്ട് മാറ്റുന്ന സമയത്ത് തന്നെ നന്നായിട്ട് തിക്കായി വരുന്നുണ്ടായിരുന്നു. ഈ മോൾഡ് തന്നെ വേണമെന്നില്ല, നമുക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു പാത്രത്തിൽ നെയ്യെങ്ങാനും തടവിയിട്ട് വേണമെങ്കിൽ അങ്ങനെ വയ്ക്കാം. അതായിരിക്കും ഈസി. അപ്പോൾ പെട്ടെന്ന് ഇളവി വരും. ഞാനിപ്പോൾ മോൾഡിലൊന്നും പുരട്ടിയിട്ടില്ല. നമ്മുടെ ഈ ബാറ്റർ അതിലേക്ക് കുറേശ്ശായിട്ട് ഒഴിച്ചെടുക്കുന്നുണ്ട്. കുറച്ച് തിക്കായിപ്പോയി കേട്ടോ, പക്ഷെ നല്ല ടേസ്റ്റാണ്. അങ്ങനെ ഞാൻ ഈ 2 സ്പൂൺ കൊക്കോ പൗഡറിൽ നിന്ന് 6 ചോക്ലേറ്റ്സ് ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ 2 ഞാൻ നേരത്തെ ഉണ്ടാക്കിയതാണ് കേട്ടോ. നേരത്തെ ഉണ്ടാക്കി വെച്ചാൽ തീർന്നു. അതിന് ശേഷം വീഡിയോ എടുക്കാം എന്ന് വിചാരിച്ച്. അപ്പോൾ ഞാൻ മോൾഡിൽ നിന്ന് ഓരോന്നായിട്ട് എടുക്കുന്നുണ്ട്. ഇവിടെ അധികം മധുരം വേണ്ട, അതുകൊണ്ടാണ് ഞാൻ ശർക്കര കുറച്ച് ചേർത്തത്. ആളിന് ഡാർക്ക് ചോക്ലേറ്റിൻ്റെ ആ ടേസ്റ്റൊക്കെ ഭയങ്കര ഇഷ്ടം. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. സിമ്പിളാണ്. പിന്നെ ഞാൻ പറഞ്ഞില്ലായിരുന്നു 3ാമത്തെ മെത്തേഡ് പറഞ്ഞു തരാമെന്ന്. അത് വേറൊന്നുമില്ല, നമ്മൾ ഈ ഉണ്ടാക്കിയ ബാറ്റർ ഡയറക്റ്റ് ഗ്യാസിൽ വെച്ച് വറ്റിച്ചെടുത്താലും മതിയാണ്. അതും സെയിം ടേസ്റ്റാണ് കേട്ടോ.